മക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റിപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് സ്പേം, സ്പെർമറ്റോജനസിസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ സ്പെർമറ്റോജനസിസ് അതിൽ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജനസിസ്. ഏതെല്ലാം ഹോർമോണുകളാണ് സ്പെർമറ്റോജനസിസിനെ കൺട്രോൾ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ഒന്നും കൂടി പറയാം കേട്ടോ. നമുക്കറിയാലോ, പ്യൂബർട്ടി എത്തുമ്പോൾ ഹൈപ്പോതലാമസ് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ദാറ്റ് ഹോർമോൺ ഈസ് കോൾഡ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. എന്താ പേര്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ആൻഡ് ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ hypothalamus. So it is a hypothalamic hormone. അപ്പോൾ സ്പെർമറ്റോജനസിസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഹോർമോണിൻ്റെ സെക്രീഷനോട് കൂടിയാണ്. സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട്സ് അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി ഡ്യൂ ടു ദ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ദ സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ദാറ്റ് ഈസ് GnRH. ഇറ്റ് ഈസ് എ ഹൈപ്പോതലാമിക് ഹോർമോൺ. അപ്പോൾ നമുക്കിതൊരു ഫ്ലോ ചാർട്ട് പോലെ കാണിക്കാം. ഫസ്റ്റ് വൺ എന്താ? ഹൈപ്പോതലാമസ്. It is secreting a hormone which is called a gonadotropin releasing hormone. Okay. ഇനി ഈ ഹോർമോൺ എവിടെ എത്തുന്നു? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലേ? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എവിടെ ആക്ട് ചെയ്യുന്നു? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻഡ് ദിസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് സെക്രീറ്റിംഗ് ടു ഹോർമോൺസ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ലൂട്ടിനൈസിങ് ഹോർമോൺ, ദാറ്റ് ഈസ് LH, ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വിച്ച് ഈസ് കോൾഡ് FSH. ഈ ഷോർട്ട് ഫോം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. LH എന്ന് പറഞ്ഞാൽ ലൂട്ടിനൈസിങ് ഹോർമോൺ, FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതാരെ സെക്രീറ്റ് ചെയ്യുന്നത്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. എപ്പോഴാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ വെൻ ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ആരെ ഗൊണാഡോട്രോപ്പിൻ റിലീസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഹൈപ്പോതലാമസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അതെവിടെ വന്ന് ആക്ട് ചെയ്യുന്നു? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻഡ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്തെല്ലാം സെക്രീറ്റ് ചെയ്യുന്നു? ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH അല്ലേ? ഇനി നമുക്ക് LHൻ്റെ പണി എന്താണെന്ന് നോക്കാം. LHൻ്റെ പണി എന്താ? LH, ദാറ്റ് ഈസ് ലൂട്ടിനൈസിങ് ഹോർമോൺ. ദാറ്റ് ഹോർമോൺ ഈസ് റീച്ചിങ് ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിൽ ഏത് സെൽസിൽ? ലീഡിങ് സെൽസ്. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ്. നമ്മൾ പഠിച്ചല്ലോ എന്താ? സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതിൻ്റെ ഇടയിൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ്, അതിൽ കാണുന്ന സെൽസാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിങ് സെൽസ്. ആക്ച്വലി ദേ ആർ സെക്രീറ്റിംഗ് ആൻഡ്രോജൻസ്. ആൻഡ് ദീസ് ആൻഡ്രോജൻസ് ആർ സെക്രീറ്റഡ് ബൈ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിങ് സെൽസ് ആൻഡ് ദേ ആർ സ്റ്റിമുലേറ്റഡ് ബൈ ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് LH ഓർ ലൂട്ടിനൈസിങ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ LH ആക്ട് ഓൺ ദി ലീഡിങ് സെൽസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ്. ഈ ആൻഡ്രോജൻ്റെ പണിയാണ് സ്പെർമറ്റോജനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആൻഡ്രോജൻ ഇൻ ടേൺ സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് സ്പെർമറ്റോജനസിസ്. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കുക, എന്താ നമ്മൾ പറഞ്ഞ? ഹൈപ്പോതലാമസ്, ഇറ്റ് ഈസ് സെക്രീറ്റിംഗ് എ ഹോർമോൺ ദാറ്റ് ഈസ് കോൾഡ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് സെക്രീറ്റിംഗ് ടു ഹോർമോൺസ്. വൺ ഈസ് LH ആൻഡ് അതർ ഈസ് FSH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി LHൻ്റെ പണി എന്താ? ഇറ്റ് ഈസ് ആക്ടിങ് അപ്പോൺ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിങ് സെൽസ് ഇൻ ദ ടെസ്റ്റസ് അല്ലേ? ആൻഡ് ദ ലീഡിങ് സെൽസ് ആർ സെക്രീറ്റിംഗ് എ ഹോർമോൺ, എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ. It is called androgens. Actually, androgens are stimulating spermatogenesis. Okay. The next one is FSH. FSH is full form of follicle stimulating hormone. These cells are acting upon Sertoli cells or nerve cells and stimulate secretion of some factors which help in the process of spermiogenesis. Okay. അപ്പോൾ സ്പെർമറ്റോജനസിസ് മൊത്തത്തിൽ നടക്കാൻ വേണ്ട ഹോർമോണാണ് ആൻഡ്രോജൻ. വാട്ട് ഈസ് സ്പെർമിയോജനസിസ്? ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്പെർമറ്റോഗോണിയ ഈസ് ഡിവൈഡഡ്. നമുക്കെന്ത് കിട്ടി? പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ദെൻ ഇറ്റ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. നമുക്കെന്ത് കിട്ടുന്നു? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ദ നെക്സ്റ്റ് സെക്കൻഡറി
meiotic division, second meiotic division, അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? Spermatid. The conversion of spermatid into spermatozoa, specialized structure, that is called അത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞ? സ്പെർമിയോജനസിസ്. ആക്ച്വലി സ്പെർമിയോജനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാ? സർട്ടൻ ഫാക്ടേഴ്സ് ആണ്, സം ഫാക്ടേഴ്സ്, ആൻഡ് ദീസ് ഫാക്ടേഴ്സ് ആർ ആക്ച്വലി സെക്രീറ്റഡ് ബൈ സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് അങ്ങനെ സെക്രീറ്റ് ചെയ്യാൻ സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന സെക്കൻഡ് ഹോർമോണാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതെവിടെ വന്ന് ആക്ട് ചെയ്യുന്നു? സെർട്ടോളി സെൽസ്, ടെസ്റ്റിസിലെ സെർട്ടോളി സെൽസ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുള്ള സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ സെർട്ടോളി സെൽസ് സർട്ടൻ ഫാക്ടേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നു, അത് സ്പെർമിയോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. ഹൈപ്പോതലാമസ് ഹോർമോൺ എന്താ? ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ. ആരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? LH ആൻഡ് FSH. LH എന്താ? ലീഡിക് സെൽസിന് സെക്രീറ്റ് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ടെസ്റ്റിസിലെ. അങ്ങനെ ലീഡിക് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ്സ് സ്പെർമറ്റോജനസിസ്. FSH ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ടെസ്റ്റിസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂളിൽ കാണുന്ന സെർട്ടോളി സെൽസ് ഓർ നെർവ് സെൽസ്, ദേ ആർ സ്റ്റിമുലേറ്റഡ് and Sertoli cells are secreting some factors, and these factors are actually stimulating spermiogenesis, the process of spermiogenesis. അപ്പോൾ ഇതാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജനസിസ്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. First of all, hypothalamus. Hypothalamus is secreting a hormone which is called gonadotropin releasing hormone. Actually, the gonadotropin എന്ന് പറഞ്ഞാൽ അത് FSHും LHുമാണ്. ആ FSHനെയും LHനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ ഈസ് ആക്ടിങ് അപ്പോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് റിലീസിങ് ടു ഹോർമോൺസ്. വൺ ഈസ് കോൾഡ് LH, അതർ വൺ ഈസ് കോൾഡ് FSH. അപ്പോൾ ഈ FSHനെയും LHനെയും പറയുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിൻസ്. കാരണം ഇത് ഗൊണാഡ്സിൽ ആക്ട് ചെയ്യുന്നു, ടെസ്റ്റിസിലും ഓവറിയിലും. അതുകൊണ്ട് അവരുടെ പേരെന്താ? ഗൊണാഡോട്രോപ്പിൻസ്. ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ടെസ്റ്റിസിൽ LH എന്ത് ചെയ്യുന്നു? ടെസ്റ്റിസിലെ ഏത് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ലീഡിക് സെൽസ്. ലീഡിക് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസിൻ്റെ ഫംഗ്ഷൻ എന്താ? ദ സ്റ്റിമുലേറ്റ്സ് സ്പെർമറ്റോജനസിസ്. ഓക്കെ, ഇനി FSH എന്ത് ചെയ്യുന്നു? ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് കാണുന്ന നേഴ്സ് സെൽസ് ഓർ സെർട്ടോളി സെൽസ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സർട്ടൻ ഫാക്ടേഴ്സ് ആർ റിലീസ്ഡ്, ആൻഡ് ദീസ് ഫാക്ടേഴ്സ് ആർ responsible for or mainly responsible for spermiogenesis. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജനസിസ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് പഠിച്ച സംഭവം റെഡിയായി കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ LHൻ്റെ അവിടെ എന്നോ അല്ലെങ്കിൽ സം ഫാക്ടേഴ്സിൻ്റെ അവിടെ B എന്നൊക്കെ കൊടുത്തിട്ട് ഫില്ല് ചെയ്യാനൊക്കെ പറയും. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാൻ പറയും. അപ്പോൾ ഇത് നല്ലപോലെ പഠിക്കും.